അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാമത്തെ ദായിറയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ ദായിറ അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്നാണ് അതിൻ്റെ പേര് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യം പതിവ് പോലെ പാഠം വായിക്കുകയാണ് ചെയ്തത്, അർത്ഥം പറയുകയാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ദായിറയെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതായത് കുറച്ച് ഭാഗം കൂടി വായിക്കാനുണ്ട്. ആ വായിച്ചതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. വ അക്സറു ഖൗസിൻ മിൻഹ, ഈ അൽ മാറത്തു ബിൽ അഖ്താബിൽ അൽ അർബഅ എന്ന ഈ ഒരു ദായിറ, ആ ദായിറയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഖൗസ് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ചാപം എന്നാണ് പറയുക. അതായത് ഒരു വൃത്തത്തിൻ്റെ അംശം, ഭാഗം. ഐമിന സാലിസത്തി, അതായത് അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅയിൽ നിന്ന്, ബിമാന മുഹയ്യത്തിഹ, അതിൻ്റെ മുഹയ്യത്തിൽ നിന്ന് അർത്ഥമുണ്ട്. ബി തരീഖിൽ ഇസ്തിഖ്ദാം, അതായത് ലമീർ പിന്നെ ഒരു വസ്തു കൊണ്ട് ഒരു ലമീർ കൊണ്ട് വസ്തുവിനെ തന്നെ ഉദ്ദേശിക്കാന്നുള്ള അർത്ഥത്തിൽ തരീഖുൽ ഇസ്തിഖ്ദാം ഭാഷാപരമായിട്ട്. ഔ അല ഹദഫിൽ മുലാഫി, അല്ലെങ്കിൽ മുലാഫിനെ കളഞ്ഞ നിലക്ക് അങ്ങനെയും പറയാം. ഐ മിൻ മുഹയ്യത്തിഹ, അതിൻ്റെ മുഹയ്യത്തിൽ നിന്ന്. എന്തായിരുന്നാലും വിഷയം ഇതാണ്. വ അക്സറു ഖൗസിൻ മിൻഹ അൽ മാറത്തു ബിൽ അഖ്താബി അൽ അർബഅ എന്ന ഈ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ദായിറയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ഒരു ഖൗസ്. എവിടെ ഉണ്ടാകുന്ന ഖൗസ്? ബൈനഹുമാ, അവ രണ്ടിൻ്റെയും ഇടയിൽ, അതായത് ഒന്നാമത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിൽ. ഔ ബൈന ഖുതുബൈഹിമാ, അല്ലെങ്കിൽ അവ രണ്ടിൻ്റെയും ഖുതുബുകൾക്ക് ഇടയിൽ. ഹുവൽ മൈലുൽ കുല്ലിയു, അതിന് അൽ മൈലുൽ കുല്ലി എന്ന് പറയും. വഹുവ, അത് ബിർറസദിൽ ജദീദ്, ആധുനിക നിരീക്ഷണം അനുസരിച്ചാണ് പറയുന്നത്. അല്ലദീ തവല്ലാഹു, കൈകാര്യം ചെയ്ത അഫ്ളലുൽ മുഹന്ദിസീൻ മിർസ അലഗ് ബേഗ് ബിസമർഗന്ദ്, അഫ്ളലുൽ മുഹന്ദിസീനായ മിർസ അലഗ് ബേഗ് എന്ന് പറയുന്ന ഇൽമുൽ ഹൈഅത്തിലെ വലിയ ആലിമായിട്ടുള്ള ആൾ, എവിടെയുള്ള ബിസമർകന്ദ്, സമർക്കന്ദിൽ. അദ്ദേഹം പറഞ്ഞ എന്താണ്? കജ്ലയസ് എന്നാണ്. കജ്ലയസ് എന്ന് പറഞ്ഞാൽ ഐ സലാസത്തുൻ അശ്റൂന ദറജ എന്നാണ് അർത്ഥം. അതായത് കജ് എന്ന് പറഞ്ഞാൽ കാഫ് 20, ജീമ് 3, 23. ലാം എന്ന് പറഞ്ഞാൽ 30, യസ് എന്ന് പറഞ്ഞാൽ യാ 10, സ 7, അപ്പോൾ 17. അതായത് ഐ സലാസത്തുൻ അശ്റൂന ദറജ വ സലാസൂന ദഖീഖ വ 17 സാനിയ. ഇനി പറയാനുള്ളത് റസ്ദ് എന്ന് പറഞ്ഞാൽ അസ്ലിൽ ജംഉ റാസിദ് എന്നാണ്. നിരീക്ഷകർ, വാന നിരീക്ഷണം നടത്തുന്നവർ. ഖദബ ഖാദിം പോലെ. വഹുവല്ലദീ യന്തളിർ ഹിറാസത്തി, ഹിറാസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളാണ് റാസിദ്. സുമ്മ ഉത്തരിക്ക അല ജംഇൻ യർസുദുൽ കവാക്കിബ്, പിന്നെ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് അങ്ങനെ പറയപ്പെട്ടു തുടങ്ങി. ലിഅന്നഹും യന്തളിറൂന ഹറക്കതഹ, കാരണം അവയുടെ ചലനങ്ങൾ കാത്തു നിൽക്കുകയാണ് അവർ. ബുലുഗ ഇല മവാദിയ മുഅയ്യന, അവർ കരുതിയ പ്രത്യേക സ്ഥലത്തേക്ക് എത്തുന്നതിനെയും കാത്തു നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് അവരെ റസദ് എന്ന് പറഞ്ഞു. സുമ്മിയ ബിഹിൽ മൗളിഉല്ലദീ യർസുദുന ഫീഹി, പിന്നെ അവർ നിരീക്ഷണം നടത്തുന്ന സ്ഥലം, അത് എല്ലായിടത്തും നിരീക്ഷണം നടത്താൻ കഴിയില്ല. വാന നിരീക്ഷണം അതിൻ്റേതായ പ്രത്യേക സ്ഥലങ്ങളിലാണ് നടക്കുക. അതിന് ഭൗമികമായ ചില പ്രത്യേകതകളുണ്ട്. ആ സ്ഥലത്തിന് പിന്നെ റസദ് എന്നറിയപ്പെട്ടു. അതേതർത്ഥത്തിൽ തസ്മിയത്തുൽ മഹൽ ബിസ്മിൽ ഹാൽ, ഹാലിൻ്റെ പേര് മഹലിന്, ഒന്ന് വന്നിറങ്ങുന്ന, ഒന്ന് ഉണ്ടാകുന്ന സ്ഥലത്തിന് അവിടെ നടക്കുന്ന സംഭവത്തിൻ്റെ പേര് വെക്കുക എന്ന അർത്ഥത്തിൽ. വാന ഔലഹത്തു, ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ബയാന കൈഫിയത്തി അമലിഹി, അലഗ് ബേഗിൻ്റെ അമലിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്ന്. ഫി ഹാഷിയത്തി അല ഷറഹി അൽ അലാം റൂമി ലിൽ മുലഖസ് അൽ ചഗ്മീനി അല വജ്ഹി തമാം, പരിപൂർണമായ രൂപത്തിൽ ഞാൻ ചഗ്മീനിയുടെ മുലഖസിന് അല്ലാമ റൂമിയുടെ ഷറഹിൻ്റെ മേലിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ഹാഷിയുണ്ട്. ആ ഹാഷയിൽ അതിൻ്റെ രീതി ഞാൻ വിവരിച്ചിട്ടുണ്ട്. അല വജ്ഹി തമാം, പരിപൂർണമായ രൂപത്തിൽ, വൽ കമാൽ, സമ്പൂർണമായ രൂപത്തിലും.
അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദായിറത്തു സാലിസ പറഞ്ഞു. അദ്ദായിറത്തു സാലിസയിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പേര് അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്നാണ്. അതിന് സോളസ്റ്റിക് കോളംസ് എന്നാണ് പറയുക നമ്മളെ ഇംഗ്ലീഷ് കോസ്മോളജിയിൽ അല്ലെങ്കിൽ ഖഗോളശാസ്ത്രത്തിൽ. അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്നാണ് നമ്മൾ കിതാബിൽ പറയുന്നത്. ഇതിൻ്റെ കിടപ്പ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ഖായിമത്തൻ അലൈഹിമ, ആദ്യത്തെ 2 രേഖകളുടെ മേലും ഖായിമായിട്ട് നമ്മൾ പറയുന്ന ഇപ്പം പഠിപ്പിക്കുന്ന ദായിറ അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്നത് ഇതാണ്. ഇതും അത് മുഅദ്ദിൽ നഹാറിൻ്റെ ഖുതുബുകളാണ്. ഇതും ദായിറത്തുൽ ബുറൂജിൻ്റെ ഖുതുബുകളുമാണ്. അപ്പോൾ ഈ 4 ഖുതുബ് 1 2 3 4 ഖുതുബുകളിലൂടെയും കടന്നു പോകുന്ന ദായിറ ആയതുകൊണ്ടാണ് ഇതിന് അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 3 ദായിറകളായി. ഇപ്പോൾ ഇവിടെ മുഅദ്ദിൽ നഹാർ, ദായിറത്തുൽ ബുറൂജ്, അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നമ്മൾ നേരത്തെ പഠിച്ച എഴുത്തിദാൽ, ഖരീഫി തുടങ്ങിയതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 2 ഇൻഖിലാബുകൾ ഉണ്ടാകും. 2 ഇൻഖിലാബുകൾ, ഇൻഖിലാബ് ശതവി, ഇൻഖിലാബ് സൈഫി. കാരണം അതുവഴിയാണ് ദായിറത്തുൽ ബുറൂജിനെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നത്. അതേപോലെ അത് അതായത് ദായിറത്തുൽ ബുറൂജിനെ സ്പർശിക്കുന്ന ബിന്ദു, അത് 2 ഇൻഖിലാബുകൾ. അതേപോലെ തന്നെ മുഅദ്ദിലുൻ നഹാറിനെയും അത് ബന്ധിക്കും, സ്പർശിക്കും. ഇവിടെയും മുഅദ്ദിലുൻ നഹാറിനെയും സ്പർശിക്കുന്നു. ഈ മുഅദ്ദിൽ നഹാറിനെ സ്പർശിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ നളീറത്ത് എന്ന് പറഞ്ഞത്. നളീറത്ത് 2 വിധമാണ്. ഒന്ന് നളീറത്ത് സൈഫി, ഒന്ന് നളീറത്ത് ശതവി. ഒന്ന് നളീറത്ത് ശതവിയ, ഒന്ന് നളീറത്ത് സൈഫിയ. അതാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിൽ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അക്സറു ഖൗസിൻ മിൻഹ, ഈ അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്ന ഈ വൃത്തത്തിലെ ഏറ്റവും ചെറിയ ഖൗസ് ബൈനഹുമാ, ഇവ രണ്ടിൻ്റെയും ഇടയിൽ, മുഅദ്ദിൽ നഹാറിൻ്റെയും ദായിറത്തുൽ ബുറൂജിൻ്റെയും ഇടയിൽ ഉള്ള ഏറ്റവും ചെറിയ ഖൗസ്, ഔ ബൈന ഖുതുബൈഹിമ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഖുതുബിൻ്റെയും ഇടയിലുള്ള ഏറ്റവും ചെറിയ ഖൗസ്, അതിനാണ് എന്ത് പറയുക? അൽ മൈലുൽ കുല്ലി എന്ന് പറയാം. അതവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, അൽ മൈലുൽ കുല്ലി. ചിത്രം നമ്പർ 4 നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം അൽ മൈലുൽ കുല്ലി ഇതാണ്. പിന്നെ ഇവിടെയൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ദായിറകളിൽ ഏറ്റവും ബേസായിട്ടുള്ള ദായിറകൾ 2 3 ആണ് പ്രധാനമായും. അതിനെ മാത്രമേ നമുക്ക് ഏതാണ്ടൊരു കൃത്യതയിൽ വരച്ചെടുക്കാൻ കഴിയൂ. ബാക്കിയുള്ളതൊക്കെ നമുക്കതിനെ പറഞ്ഞ് വിവരിച്ച് തരാൻ മാത്രമേ കഴിയുള്ളൂ. ഇവിടെ ഈ 2 ബിന്ദുക്കൾക്കിടയിലുള്ള ഈ വൃത്തത്തിൻ്റെ അംശമാണ് ഏറ്റവും കുറഞ്ഞ അക്സറു ഖൗസ് എന്ന് പറയുന്നത്. അതിനെയാണ് അൽ മൈലുൽ കുല്ലി എന്ന് പറയുന്നത്. അത് ഈ ചിത്രത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി അതിൽ വരുന്ന ഈ 3ാമത്തെ ദായിറയിൽ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന് മാ ഹുവൽ മൈലുൽ കുല്ലിയു എന്ന് തന്നെയാണ്. സാധാരണ വരുന്നൊരു ചോദ്യം തന്നെയാണ്. അതിൻ്റെ ഉത്തരം അക്സറു ഖൗസിൻ മിനൽ മാറത്തി ബൈനൽ മുഅദ്ദിലി വ മിൻതഖത്തിൽ ബുറൂജ് ഹുവൽ മൈലുൽ കുല്ലി എന്നാണ്. പിന്നെ ഇതിൽ വേറൊരാളെ പേര് പറഞ്ഞു, മിർസ അലഗ്ബേഖ്. അദ്ദേഹം മൈല് കുല്ലിയുടെ അളവ് എത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈല് കുല്ലിയുടെ അളവ് എത്രയായിരിക്കും? അദ്ദേഹം പറഞ്ഞത് കജ് ല യസ്, ഇതായിരിക്കും അളവ് എന്നാണ്. കജ് എന്ന് പറഞ്ഞാൽ കാഫ് ജീം, കാഫ് 20 ജീം 3, അപ്പോൾ കജ് അത് മണിക്കൂറിനെ സൂചിപ്പിക്കാനുള്ളതാണ്.
23 മണിക്കൂർ. പിന്നെ ലാം എന്ന് പറഞ്ഞാൽ 30 അത് മിനിറ്റിനെ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ യസ് എന്ന് പറഞ്ഞ് 10, സ എന്ന് പറയുന്നത് 7. അബ്ജദ് കണക്കനുസരിച്ചുള്ളതാണ് ഈ പറയുന്നത്. 17 സെക്കൻഡും. ഇതിനെ വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളത് വിശദീകരിക്കുന്നില്ല. കാരണം അത് വേറെ കുറേ റിസാല തുടങ്ങിയ കിതാബുകളുമായും ഒക്കെ സമയങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുന്ന കിതാബുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ദറജകളാണിത്. ദറജകൾ എന്ന് പറഞ്ഞാൽ ഒരു ദറജ എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് സമയമാണ്. ഒരു ദറജ എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് സമയമാണ്. അങ്ങനെ ദറജയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 23 മണിക്കൂറും 40 മിനിറ്റും 17 സെക്കൻഡും അത്ര ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മൈൽ കുല്ലിയുടെ അകലം എന്ന് പറയുന്നത് എന്ന് കണക്ക് കൂട്ടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മിർസ അൽ അർബാഖ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയാനുള്ളത്. ഇനി നമ്മൾ 4ാമത്തെ ദായറയിലേക്ക് പോവുകയാണ്. ദായറത്തുൽ മൈൽ ആണ്. ദായറത്തുൽ മൈലിൻ്റെ ഇതിനൊക്കെ തന്നെയുമുള്ള ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിലുള്ള അനുബന്ധ പുസ്തകങ്ങൾ പഠനങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മുഅദ്ദിലുൻ നഹാർ അത് വളരെ പ്രധാനമാണ്. 2ാമത്തേത് ദായിറത്തുൽ ബുറൂജ് അല്ലെങ്കിൽ മിന്തഖത്തുൽ ബുറൂജ്, അതും എക്ലിപ്റ്റിക്. നമ്മൾ മുഅദ്ദിലുൻ നഹാറിൻ്റെ ഇംഗ്ലീഷ് പേര് സെലസ്ട്രിയൽ സർക്കിൾ എന്നാണ്. സെലസ്ട്രിയൽ സർക്കിൾ. 2ാമത്തെ ദായിറ മിന്തഖത്തുൽ ബുറൂജ്, അതിന് എക്ലിപ്റ്റിക് എന്നാണ് പറയുക. 3ാമത്തേത് ദായിറത്തു അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്നാണ്. അത് ശരിക്കും പേര് എന്നുള്ളതിനേക്കാൾ ഒരു വിശേഷണമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോളസ്റ്റിക് കോളംസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി നമുക്ക് 4ാമതായി പഠിക്കാനുള്ള ദായിറത്തുൽ മൈലാണ്. ദായിറത്തുൽ മൈൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ സർക്കിൾ എന്ന് പറയുന്ന ഒരു ദായിറയാണ്. അതെന്താണ് എന്ന് നമുക്ക് പതിവ് പോലെ വായിച്ച് ആദ്യം വിശദീകരിക്കാം. അറാബിയാത്തു 4ാമത്തേത് ഇസ്മുഹ, ആ ദായിറയുടെ പേര് ദായിറത്തുൽ മൈൽ എന്നാണ്. ദായിറത്തുൽ മൈലിനാണ് നമ്മൾ ഡെഫിനിഷൻ സർക്കിൾ എന്ന് പറഞ്ഞത്. ഇത് കാരണം അതിന് ദായിറത്തുൽ മൈൽ എന്ന് പറയാൻ കാരണം യുറഫു ബിഹ, അതുകൊണ്ട് അറിയപ്പെടും, മൈലു കുല്ലി നുക്തത്തിൻ, ഓരോ പോയിൻറ്റിൻ്റെയും ചെരിവിനെ അനിൽ മുഅദ്ദലിനെ തൊട്ടുള്ള മുഅദ്ദലുൻ നഹാർ എന്ന് പറഞ്ഞല്ലോ. മുഅദ്ദലുൻ നഹാറാണ് ബേസ് എന്ന് പറയുന്നത്. ആ മുഅദ്ദലുൻ നഹാറിൽ നിന്ന് എത്ര ഡിഗ്രി എങ്ങോട്ട് ചെരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന നുക്ത സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദായിറയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സങ്കല്പിക്കുന്ന ഒരു ദായിറയാണ് ദായിറത്തുൽ മൈൽ. ഒത്തമുറു ദായിറത്തുൽ മൈൽ കടന്നു പോകുന്നു ബി ഖുതുബയിൽ ഊല, 1ാമത്തേതിൻ്റെ 2 ഖുതുബകളിൽ. 1ാമത്തേതെന്ന് പറഞ്ഞാൽ മുഅദ്ദലുൻ നഹാർ, ജുസ്ഇ മിന സാനിയ മിന്തഖത്തുൽ ബുറൂജിൻ്റെ ഒരു ജുസയിലൂടെയും ഔ മർക്കസി കൗക്കബിൻ, അല്ലെങ്കിൽ നമ്മളൊരു നക്ഷത്രത്തിൻ്റെ കണക്കാണ് നോക്കുന്നത് എങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ മർക്കസിലൂടെ, യാനി റഅസ ഖത്തിൻ, ഒരു ഖത്തിൻ്റെ തലയിലൂടെ, തലഭാഗത്തിലൂടെ, അറ്റത്തിലൂടെ, ഖറജ മിൻ മർക്കസുൽ ആലമിൽ നിന്ന് പുറപ്പെടുന്ന, മാറൻ ബിഹി, മർക്കസിലൂടെ കടന്നു പോകുന്ന, ഇലാ സതഹിൽ ഫലക്കിൽ ആല, ഏറ്റവും വലിയ ഫലക്കിൻ്റെ സത്തയിലേക്ക്, സവാഉൻ വഖഅ അലൈഹ ഔല, അത് അതിൻ്റെ മേൽ വരട്ടെ വരാതിരിക്കട്ടെ, ചിലപ്പോൾ വരാം ചിലപ്പോൾ വരാതിരിക്കാം. ഫഖത്ത് തത്തഹിദു ബിത്താലിസ, ഇത് ചിലപ്പോൾ 3ാം വൃത്തവുമായി ഒത്തുപോയേക്കാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആദ്യം പറഞ്ഞ ഈ 3 ദായിറകളാണ് കൃത്യമായി വേർതിരിച്ച് പറയാൻ കഴിയുക. മുഅദ്ദിലുൻ നഹാർ, അതുപോലെ തന്നെ മിന്തഖത്തുൽ ബുറൂജ്, അതുപോലെ തന്നെ അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ. ബാക്കിയുള്ളതൊക്കെ പലപ്പോഴും അങ്ങനെ വേറിട്ട് വരക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് ചിലപ്പോഴൊക്കെ തന്നെയും ഈ 3ൽ ഒരു രേഖയുമായി കൃത്യമായി ഒത്തുപോകുന്നതാണ്. അതായത് അത് തന്നെയായിരിക്കും ഇതും എന്ന അർത്ഥത്തിലുള്ളതായിരിക്കും. ആ അർത്ഥത്തിലാണ് പറയുന്നത് ഫഖത്ത് തത്തഹിദു, ചിലപ്പോൾ ദായിറത്തുൽ മൈൽ ഒന്നായി ചേർന്നേക്കാം ബിത്താലിസ, മാറത്തും ബിൽ അഖ്താബിൽ അർബഅവുമായിട്ട്, ഐ ബി ദവായിരിൽ മാഖറത്തി ബിൽ അഖ്താബിൽ അർബഅ, അതുമായിട്ട്. ഉദാലിക്ക അത് എപ്പോഴാണ്? എന്താ മുറൂരിഹാബി ഖുതുബൈ മിന്തഖത്തുൽ ബുറൂജ്,
മിന്തക്കത്തുൽ ബുറൂജിൻ്റെ 2 കുത്തുബുകളിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ ഫഹിയ ആമു മിൻഹ, അപ്പോൾ അത് മിന്തക്കത്തുൽ ബുറൂജിനേക്കാൾ ആമായിരിക്കും മുത്തലക്കൻ പൊതുവെ. വ അക്സറു ഖൗസിൻ മിൻഹ, ഈ ദായിറത്തുൽ മൈലിൽ നിന്നുള്ള ഏറ്റവും ചെറിയ ചാപം ബൈനൽ ഊല വൽ ഔവലി, മുഅദ്ദിലുൻ നഹാറിൻ്റെയും മിന്തക്കത്തുൽ ബുറൂജിൻ്റെ ജുസ്ഇൻ്റെയും, നമ്മൾ നേരെ പറഞ്ഞല്ലോ ഔ മർക്കസ് ഔ ജുസ്ഇമിനല്ല ജുസ്ഇമിൻ സാനിയത്തി എന്ന് പറഞ്ഞല്ലോ, അതാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത്. അപ്പോൾ മുഅദ്ദിലുൻ നഹാറിൻ്റെയും ജുസ്ഉമ്മിന സാനിയത്തി ജുസ്ഉമ്മിൻ ദായിറത്തിൽ ബുറൂജിൻ്റെയും ഇടയിൽ രൂപപ്പെടുന്ന ഏറ്റവും ചെറിയ കൗസ് അല്ലദീ ഹുവൽ ജുസു, അത് ജുസ് ആണ്, അതായത് മിന്തക്കത്തുൽ ബുറൂജിൻ്റെ ജുസ് ആണ്. അതാണ് മൈലുഹുൽ അവ്വലു, അതിൻ്റെ ഒന്നാമത്തെ മൈല്. ഐ മൈലു ദാലിക്കൽ ജുസ്ഇ അൽ അവൽ, അതിൻ്റെ ഒന്നാമത്തെ മൈല്. ലിഅന്നൽ ഇസ്തിഖാമത്ത, അതിൻ്റെ ഇസ്തിഖാമത്ത് എന്നുള്ളത് മൻസൂബത്തുൽ മുഅദ്ദിലി, മുഅദ്ദിലിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അല്ലദീ ഹുവ അസ്ലു ദവായിരി, എല്ലാ ദായിറകളുടെയും അസ്ൽ മുഅദ്ദിലുൻ നഹാറാണ്. വഅവ്വലുഹാ, അതിൻ്റെ ആദ്യത്തെ ദായിറയും മുഅദ്ദിലുൻ നഹാറാണ്. ഫയക്കൂനുൽ മൈലാനു മൻസൂബൻ ഇലാ അജ്സായിൽ ബുറൂജ്, അപ്പോൾ ബുറൂജിൻ്റെ ജുസുകളിലേക്ക് ചേർന്നിട്ടേ കാരണം ഒരു ചായ്വ് വരിക. വഹുവ മൈലുൻ അൻ മിന്തക്കത്തിൽ ഹറക്കത്തിൽ ഊല, അത് ഒന്നാം ചലനത്തിൻ്റെ മിന്തക്കയെ തൊട്ട് ഉണ്ടാകുന്ന മൈലാണ്. വബൈനഹ വബൈനത്താനി, അതേപോലെ തന്നെ ഈ ദായിറത്തുൽ മൈലിൻ്റെയും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഏതാണ്? അല്ലദീ ഹുവ മർക്കസുൽ കൗക്കബ്, കൗക്കബിൻ്റെ മർക്കസാണ്. അത് അതാണ് ബുഅദ് എന്ന് പറയുന്നത്, ബുഅദുൽ മൗക്കബി. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, നമുക്ക് പരീക്ഷയ്ക്ക് തയ്യാറാവുക എന്നുള്ള അർത്ഥത്തിൽ നമ്മളിപ്പോൾ ബുഅദുൽ കൗക്കബ് എന്നാൽ ഏതാണ്, അൽ മൈലുൽ അവൽ എന്നാൽ ഏതാണ്, ഇത് 2 ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ എന്ന ഈ 4ാമത്തെ ദായിറ കഴിഞ്ഞ് 4ാമത്തെ ദായിറയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. 4ാമത്തെ ദായിറത്തുൽ മൈലാണ്. അതിൻ്റെ ചിത്രം ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ശ്രദ്ധിക്കുക. ദായിറത്തുൽ മൈലിൻ്റെ ചിത്രം ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു സങ്കല്പമാണ്, ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇത് ഇങ്ങനെ വരുന്ന സമയത്തെ മാത്രം കാണിക്കുകയാണ്. അതേസമയം ഇങ്ങനെ വരാതെ ഈ രേഖ ഇത് തന്നെയായി തീരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ ദായിറത്തുൽ മൈലും ദായിറത്തു അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅയും ഒന്നായി വന്നേക്കാം ഫഖത്ത് തത്തഹിദു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുത്തുബാണ് മുഅദ്ദിലുൻ നഹാറിൻ്റെ കുത്തുബിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രേഖയാണ്. അല്ലെങ്കിൽ അത് ഒരു കൗക്കബിൻ്റെ, ഇത് കൗക്കബ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്, കൗക്കബിൻ്റെ മർക്കസിലൂടെ കടന്നു പോകും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മൈല് നമ്മൾ നേരത്തെ നോക്കിയതാണ്. 5ാമത്തെ ചിത്രത്തിൽ ഈ ദായിറത്തുൽ ഉഫുക്ക് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം അവിടെ എന്താണ് ചോദ്യം. 1ാമത്തെ ചോദ്യം മാ ഹിയ ദായിറത്തുൽ മൈൽ എന്നതാണ്. ദായിറത്തുൽ മൈൽ എന്നാൽ എന്താണ് എന്നാണ്. ദായിറത്തുൽ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് അക്സറു ഖൗസിൻ മിൻ ദായിറത്തിൽ മൈൽ വജുസ്ഇൻ മിൻ മിന്തഖത്തിൽ ബുറൂജ്, അതാണ് ക്ഷമിക്കണം അൽ മൈലുൽ അവൽ എന്ന് പറയുന്നത് എന്താണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. ദായിറത്തുൽ മൈൽ നമ്മൾ പറഞ്ഞു ഈ ദായിറയാണ്. ആ ദായിറ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. വതമുറു ബി ഖുതുബയിൽ ഊല വ ജുസ്ഇൻ മിന സാനിയ, അത് മുഅദ്ദിലുൻ നഹാറിൻ്റെ 2 കുത്തുബിലൂടെയും ഒപ്പം തന്നെ സാനിയത്തിൻ്റെ, അതായത് മിന്തഖത്തുൽ ബുറൂജിൻ്റെ ഒരു ഭാഗത്തിലൂടെയും കടന്നു പോകും. അത്രയും 2ൻ്റെയും കുത്തുബിലൂടെ കടന്നു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു കൗക്കബിൻ്റെ മർക്കസിലൂടെയും ഈ 1ാമത്തേതിൻ്റെ കുത്തുബിലൂടെയും കടന്നു പോകുന്നതായിരിക്കും. അത് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ മൈൽ അവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് പറയുന്നത്. മാ ഹുവ അക്സറു, അതിൻ്റെ ഉത്തരം എന്താണ്? മാ ഹുവ അൽ മൈലുൽ അവലു, മാ ഹുവ അൽ മൈലുൽ അവലു. അതിൻ്റെ ഉത്തരം അക്സറു ഖൗസിൻ മിൻ ദായിറത്തിൽ മൈലി വ ജുസ്ഇൻ മിൻ മിന്തഖത്തിൽ ബുറൂജ്. പിന്നെ ഇനി അവിടെ ഒരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ മാ ഹിയ ഫായിദത്തു ദായിറത്തുൽ മൈൽ, ദായിറത്തുൽ മൈൽ കൊണ്ടുള്ള ഫായിദ എന്താണ്, എന്തിനു വേണ്ടിയാണ് ദായിറത്തുൽ മൈൽ നമ്മൾ പഠിക്കുന്നത്?
അതിൻ്റെ ഫായിദ മഅരിഫത്തു മൈലിൽ കൗക്കബി ഔ അയ്യി ഷൈഇൻ. ഒന്നുകിൽ കൗക്കബിൻ്റെ അകലമാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ കൗക്കബ്, അല്ലെങ്കിൽ എന്തിൻ്റെയാണെങ്കിൽ അത്. മിൻ മുഅദ്ദിലിൻ നഹാർ, മുഅദ്ദിലിൻ നഹാറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തു എത്ര ചരിഞ്ഞാണ് നിലനിൽക്കുന്നത് എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ദായിറത്തുൽ മൈൽ ഉള്ളത് എന്നാണ്. പിന്നെ ഈ പാഠത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്, അതായത് ദായിറത്തുൽ മൈലും മൂന്നാമത്തെ ദായിറയും, മൂന്നാമത്തെ ദായിറ എന്ന് പറഞ്ഞാൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ, അതും ചിലപ്പോൾ ഒന്നായിത്തീരാം. അതെപ്പോഴാണ്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യം മനസ്സിലാക്കി വെക്കുക. ചോദ്യം ഇങ്ങനെയായിരിക്കും: മത്താ തത്തഹിദു ദായിറത്തുൽ മൈലി വൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ. അപ്പോൾ അതിൻ്റെ ഉത്തരം ലമ്മ തമുറു ബി ഖുതുബി മിൻ തഖത്തിൽ ബുറൂജ് എന്നാണ്. പിന്നെ അവസാനമായി ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ബുഅദുൽ കൗക്കബാണ്. മാ ഹുവ ബുഅദുൽ കൗക്കബ്, അതിന് ചോദ്യം അതാണ്. അത് അക്സറു ഖൗസിൻ ബൈന ദായിറത്തുൽ മൈൽ വ ബൈന മർക്കസിൽ കൗക്കബ്, അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന നാലാമത്തെ ദായിറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അഞ്ചാമത്തെ ദായിറയിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. മാ ഹുവ അൽ മൈലുൽ അവ്വലു, ഒന്നാമത്തെ ചോദ്യം. മാ ഹിയ ഫായിദത്തു ദായിറത്തുൽ മൈൽ, രണ്ടാമത്തെ ചോദ്യം. മത്താ തത്തഹിദു ദായിറത്തുൽ മൈലി വൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ, മൂന്നാമത്തെ ചോദ്യം. മാ ഹുവ ബുഅദുൽ കൗക്കബി, അടുത്ത ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് വരാനുള്ള സാധ്യത. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ അഞ്ചാമത്തെ ദായിറയെക്കുറിച്ച് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.